ഗത്യന്തരമില്ലാതെ ഒടുവിൽ വയനാട് പിരിച്ച ഒരു തട്ടിക്കൂട്ട് കണക്കുമായി KPCC പ്രസിഡന്റ് ഫണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. രാജ്യത്തെ മുത്തശ്ശി പാർട്ടി, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഈ നാട് ഭരിച്ച പാർട്ടിക്ക് വയനാട് ദുരന്തത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസും തമ്മിൽ പിരിച്ചപ്പോൾ ആകെ കിട്ടിയത് 6 കോടി രൂപയത്ര. നിങ്ങൾ വിശ്വസിച്ചോ നിഷ്കളങ്കരെ? ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതേ വയനാട് ദുരന്തത്തിന്റെ പേരിൽ ലീഗ് പിരിച്ചപ്പോൾ കിട്ടി 40 കോടി രൂപ. DYFI എന്ന യുവജന സംഘടന പിരിച്ചപ്പോൾ കിട്ടി 20 കോടി രൂപ. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആപ്പ് വെച്ച് പിരിച്ചു. ആ പിരിച്ചത് കേവലം 5 കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നുണ്ടോ? ആ 5 കോടി ഇപ്പൊ ഇല്ല. ആ 5 കോടി സ്ഥലം വാങ്ങിച്ചപ്പോൾ തീർന്നു. ഇനിയിപ്പോൾ വീട് വെക്കണമെങ്കിൽ അതിന് വേറെ പിരിവ് വേണം അത്രേ. അതായത് മോഹന വാഗ്ദാനം കൊടുത്ത 100 പേർക്ക് വീടില്ല, വീട് വയ്ക്കാൻ പൈസ ഇല്ല. പൈസ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ മേശവിരിപ്പിന്റെ അടിയിലേക്കും ഗർഭചിത്രം നടത്തേണ്ട ക്ലിനിക്കുകളും കോടാനുകോടി രൂപ കൊണ്ടുപോവുകയും ചെയ്തു. പീഡനക്കേസ് ഒത്തുതീർപ്പാക്കാൻ കോടികൾ 16 മുതൽ 67 വരെയുള്ള സ്ത്രീകൾക്ക് കൊടുത്ത് വയനാട് ഫണ്ട് ഒരു പരിധിവരെ ഒതുക്കി ബാക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സ് അടിച്ച് കളിക്കുന്നു. എന്തായാലും ഫണ്ണി ജോസഫ് പറഞ്ഞ ആ കണക്ക് കേട്ടിട്ട് കേരളത്തിൽ ചിന്താശേഷിയുള്ള, തലയ്ക്കകത്ത് ആള് താമസമുള്ള, ആലോചിക്കാൻ ശേഷിയുള്ള മനുഷ്യർ പറയുക, സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ പണം പിരിച്ച് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് എന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് 5 കോടി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഏകദേശം സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ എങ്ങനെ ഇനി മാറുകയാണെങ്കിൽ പോലും അടുത്ത മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ട്, ആ ഫണ്ടിലേക്ക് ചെന്നത് 780 കോടി. ലീഗിന് കിട്ടി 40 കോടി, DYFIക്ക് കിട്ടി 20 കോടി. ആ സന്ദർഭത്തിൽ ഈ കണക്കങ്ങോട്ട് വിശ്വാസ്യമാകുന്നുണ്ടോ ഇല്ലയോ നോക്കിയേ. ഇപ്പൊ ഞാനും പ്രതിപക്ഷ നേതാവും ആണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ആ അക്കൗണ്ടിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട്, മലയാളികളോട് പറയുന്നു, ആകെ ഇതുവരെ ലഭിച്ചത് 5,38,21,632 രൂപയാണ്. ആ അക്കൗണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. അതിലെ 2 ഘട്ടങ്ങളിലായിട്ട് KPCC പ്രസിഡന്റിന്റെ പേരിൽ, അത് പേഴ്സണലായിട്ടല്ല, ആരോ ഒരു തമാശ പറഞ്ഞു, അത് സണ്ണി ജോസഫും സതീശനും നാമനിർദ്ദേശ പത്രികയിലെ ഈ സ്ഥലം കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം. ആദ്യഘട്ടത്തില് 3 ഏക്കർ 24.5 സെന്റ് ഭൂമി KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്റെ പേരിൽ 3,68,36,382 രൂപ മുടക്കി 3 ഏക്കർ 24.5 സെന്റ് സ്ഥലം 3,68,36,388 രൂപ ചെലവിൽ ആ സ്ഥലം വാങ്ങി. 3,68,00,000. അതിന് മുദ്രപത്രം, രജിസ്ട്രേഷൻ ഫീസ്, TDS, കോണ്ടൂർ സർവേ, ഡോക്യുമെന്റ് ഉൾപ്പെടെ ചെലവായിട്ടുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിന് 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിക്കുകയും അവരത് KPCCക്ക് നൽകുകയും ചെയ്തു. ഇതിന്റെ ആപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി സുധാകരൻ പ്രസിഡന്റായിരുന്ന സമയത്ത് ഈ ഫണ്ട് കളക്ഷന് വേണ്ടി ആപ്പ് നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് 9,30,000 രൂപ ചെലവാക്കി. 9,30,000. 1,05,00,000 രൂപ പരസ്യമായിട്ടുള്ള ചടങ്ങിൽ വെച്ചാണ് എന്നെ ഏൽപ്പിച്ചത്. 30,000 രൂപ. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. 2 ഏക്കർ 18 സെന്റ് എടുക്കുന്നതിന് 2,50,30,272 രൂപ കൊടുത്തു. ആ, അല്ല, യൂത്ത് കോൺഗ്രസ് പുറമെയാണ്. അക്കൗണ്ട് വഴി കിട്ടിയതാണ് 538. അതിന്റെ കൂടെയാണ് യൂത്ത് കോൺഗ്രസ് 1,05,00,000. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്ന 2 ഏക്കർ 18 സെന്റിന് 2,50,30,272 രൂപ കൊടുത്തു. ഡോക്യുമെന്റ് ചെയ്യാൻ പൂർത്തീകരിച്ചു വരികയാണ്. നിലവില്
ഈ കൊടുത്ത സംഖ്യ കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ KPCCയുടെ ഫണ്ടിൽ നിന്ന് പിരിച്ചു കിട്ടിയതിനേക്കാൾ ഉപരിയായിട്ട് 97,51,212 രൂപ അധികമായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. ഇനിയും ഭൂമി വാങ്ങുന്നതിന് 73,90,985 രൂപ കൂടി ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും അതിന്റെ സർവേ ഉൾപ്പെടെയുള്ള EDS, ഓൺറൂൾ സർവേ, മുദ്രപത്രം, രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കെല്ലാം കൂടിയായിട്ട് 73,90,985 കോടി രൂപ കൂടി ആവശ്യമുണ്ട്. രൂപ കൂടി ആവശ്യമുണ്ട് രജിസ്ട്രേഷൻ. ഈ ഭൂമി ഇടപാടുകളെല്ലാം തന്നെ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും ക്യാഷ് നേരിട്ട് നൽകിയിട്ടില്ല. എല്ലാം തെളിവുള്ള സംഗതികളാണ്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സംശയത്തിന്റെ പുകമറയുണ്ടാക്കാൻ അവിടെ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ച ടി സിദ്ദിഖിന്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ഞങ്ങള് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തു. ഒരു വോട്ട് പോലും UDF-നില്ല എന്ന് വന്നാൽ അതാണ് ഞങ്ങൾക്ക് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലുള്ള അനുഭവം. പോയിന്റ് അതിന്റെ കൂടെ പോയിന്റ് പറയുന്നത് ഇത് ഇത്തരത്തിൽ മാൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യത ഇതിന്റെ അകത്ത് പ്രകടമല്ലേ? അത് ഞാനിപ്പോ പറയുന്നില്ല. വീട് നിർമ്മിക്കാൻ ഇനിയും പണം ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി ഒരു വർഷത്തിന്മേൽ കാലതാമസം എടുക്കില്ലേ? അത് ഞങ്ങൾ പൈസ ഉണ്ടായിക്കോളൂ. നിങ്ങൾ ആരും തരണം. അത് ഒന്നുകൊണ്ട് വൈകിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ വലിയ വൈകൽ ഉണ്ടായിട്ടില്ല. ഇതിന് ഒരുപാട് പ്രോസസ്സും ഒറ്റ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് ആദ്യമേ വേണ്ടത് സ്ഥലമാണ്. ആ സ്ഥലം ഗവൺമെന്റ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്യണം. അതിന് ഗവൺമെന്റ് റിക്വസ്റ്റ് കൊടുത്തു. സ്ഥലം അലോട്ട് ചെയ്തില്ല. വയനാട്ടിലെ സ്ഥലം വാങ്ങണമെങ്കിൽ ഇപ്പം അവിടുത്തെ ഒരു തോട്ടം സ്ഥലം മേടിക്കണമെങ്കിൽ അതിന് എക്സംഷനും കാര്യങ്ങളും ഉണ്ട്. ഗവൺമെന്റ് അതിന് സഹകരിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ സ്വകാര്യ സ്ഥലം ഞങ്ങളുടേതായിട്ട് തന്നെ ഞങ്ങൾ സമ്പാദിക്കാൻ ഞങ്ങൾ വാങ്ങുന്നു. അതിന്റെ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോയി. സ്ഥലത്തിന് 5 കോടി രൂപ മുടക്കി എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീഡിയ സംസാരിച്ചപ്പോൾ പറഞ്ഞത് സ്ഥലത്തിന് 5 കോടി രൂപ മുടക്കി 5 കോടി രൂപ മുടക്കിയിട്ട് സ്ഥലം വാങ്ങിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് 5 കോടിയില്ല 3. അല്ലല്ല, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവില്ല. അല്ല, എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 5 കോടിയായിരുന്നു. അതെ, അതിനേക്കാൾ കൂടുതൽ മുടക്കി. നിങ്ങൾക്ക് മനസ്സിലായില്ല? വേറെ ചോദിക്കും, അവരോട് ചോദിക്കും. ഇപ്പൊ പറഞ്ഞുതരാം. ആദ്യത്തെ ഈ ചോദ്യത്തിനല്ലേ ആദ്യം മറുപടി. 3,68,36,388 രൂപ മുടക്കി ആദ്യത്തെ സ്ഥലം മേടിച്ചു. രണ്ടാമത്തെ സ്ഥലത്തിന് 2,50,30,272 രൂപ കൊടുത്തു. അപ്പൊ മനസ്സിലായില്ലേ? 5 കോടി എന്ന് റഫായിട്ട് പറഞ്ഞത് 5 കോടി കൂടുതൽ 6 കോടിയായി. അത് അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഉള്ളവർ ഡീൽ ചെയ്യുന്നു. ഈ കെ സുധാകരൻ KPCC പ്രസിഡന്റായ ഘട്ടത്തിലാണല്ലോ ഈ ഒരു പണം സ്വരൂപിക്കുന്നത്. സ്വാഭാവികമായി അന്ന് സെമി കേഡർ സംവിധാനം ഏർപ്പാടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കെ സുധാകരൻ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. സ്വാഭാവികമായും അതിനുശേഷം ഈ ഒരു വീടിന് 130 വീട് പ്രഖ്യാപിച്ചു. ഒരു വീടിന് 10 ലക്ഷം രൂപ കണക്കാക്കിയാൽ തന്നെ 13 കോടിയിലധികം രൂപ വേണം. സ്വാഭാവികമായിട്ട് അതുപോലും പിരിഞ്ഞു കിട്ടാത്ത സംഘടനാ സംവിധാനത്തിന്റെ പരാജയമല്ലേ? കേരളത്തിലെ സംഘടനാ സംവിധാനത്തിന്റെ വിജയമാണ് പാർലമെന്റ് ഇലക്ഷനിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അഭൂതപൂർവമായ വിജയം. അല്ല, ഫണ്ട് പിരിവിന്റെ കാര്യത്തിലാണ്. ഉത്തരവില്ല. താങ്ക് യു. ഫണ്ട് പിരിവ് ഇത്രയും നടത്തിയതും സംഘടനാ സംവിധാനം അതിശക്തമാണ്. അതിശക്തമായ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ടാണ് പാർലമെന്റ് ഇലക്ഷനിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച വിജയം കൊയ്യാൻ സാധിച്ചത്. ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് മാത്രമല്ലല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. താങ്ക് യു. കേട്ടല്ലോ, പൈസ എല്ലാം ഈ ആപ്പിനോടൊപ്പം നേതാക്കന്മാരുടെ അക്കൗണ്ട് കൂടി ഉണ്ടായിരുന്നു. പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വഴി അവരിപ്പോ കോടാനുകോടി സമ്പാദിച്ചു കഴിഞ്ഞു. അതായത് ഈ ആപ്പിനകത്ത് അറ്റാച്ച് ചെയ്തിരുന്നത് ഓരോ നേതാക്കന്മാരുടെ അക്കൗണ്ടാണ്. ഓരോ ദിവസവും ഓരോരുത്തരുടെ അക്കൗണ്ട് വയ്ക്കും. അവർക്ക് കിട്ടുന്നത് അന്നത്തെ ദിവസം പിരിച്ചുകൊണ്ട് പോകും. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ദുരന്തത്തിൽ മരിച്ച മനുഷ്യരുടെ ശവങ്ങൾ കാട്ടി പിരിച്ച പണം മുഴുവൻ കോൺഗ്രസ് മനസാക്ഷിയും ദയാദാക്ഷിണ്യമില്ലാതെ അടിച്ചുകൊണ്ട് പോയി കട്ട് തിന്നു എന്ന് തെളിയിക്കപ്പെടുകയാണ്. നിൽക്കക്കള്ളിയില്ലാതെ ചോദ്യശരങ്ങൾ ശക്തമാക്കിയപ്പോൾ പ്രതിഷേധമുയരുമ്പോൾ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു കണക്കെന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് വിട്ട ആ എമൗണ്ട് അത് ഭൂമി വാങ്ങിയപ്പോൾ തീർന്നു കഴിഞ്ഞു, വീട് വയ്പ് വെള്ളത്തിലായി എന്ന്.
ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഗ്യാരണ്ടി എന്താണ്? വയനാട് വീട് വെച്ച് തരാമെന്ന ഗ്യാരണ്ടി ഇപ്പോ ആ ദുരിതത്തിലായി പോയ മനുഷ്യരുടെ മുന്നിലേക്ക് ഉടുതുണി പൊക്കിക്കാണിക്കുന്ന അവസ്ഥയിലെത്തിയെന്ന് ആ കണക്ക് പറച്ചിൽ തെളിയിക്കുകയാണ്. ഇതുകൊണ്ട് അവസാനിക്കില്ല. അടിമുടി ദുരൂഹമാണ്. പറഞ്ഞ കണക്കുകളെല്ലാം പൊരുത്തക്കേടാണെന്ന് പറയേണ്ടി വരികയാണ്.